ഇത് കണ്ടോ, ഇവിടം വരെ നമ്മുടെ ബസ് വരത്തുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അത് നമ്മുടെ മാമലക്കണ്ടത്തുള്ള മുനിപ്പാറ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ജീപ്പിനെ പോകാൻ പറ്റത്തുള്ളൂ. ഓഫ് റോഡാണ്, ഫോറസ്റ്റിൽ കൂടെ വേണം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. ഇത് മാമലക്കണ്ടം സ്കൂളിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വ്യൂ പോയിന്റ് എല്ലാം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ജീപ്പും എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പം ജീപ്പ് ഇപ്പം എല്ലാം വന്ന് കിടപ്പുണ്ട്, പോവുകയാണ്. ഇവിടെ ഗൈഡെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. മാമലക്കണ്ടത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആയ മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ മുനിപ്പാറയുടെ ഐതിഹ്യം മധുര. അവിടുന്ന് രാജഭരണ കാലഘട്ടത്തില് കൊച്ചിയിലേക്കും തൃശ്ശൂർ രാജകൊട്ടാരത്തിലേക്കും തിരിച്ചങ്ങോട്ടും ഈ പശ്ചിമഘട്ടത്തിലൂടെ സ്വാമിമാര് നടന്നു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു ഗൈഡ് നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മുനിപ്പാറ എന്നാണ്. അത് നമ്മുടെ മാമലക്കണ്ടത്തുള്ള മുനിപ്പാറ. അത് ഇങ്ങോട്ടുള്ള വരവെന്ന് പറഞ്ഞാൽ ജീപ്പയിൽ 2 വലിയ മലകൾ കയറി വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അതിൻ്റെ ജീപ്പയിൽ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം ഇവിടുത്തെ ഈ കാഴ്ചകളും ഒക്കെ നമുക്ക് ആദ്യം കാണാം. ഇവിടെ ഇപ്പം ഗൈഡ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ സ്ഥലം കോട്ടയംകാർ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് വെട്ടി പിടിച്ച സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം കോട്ടയത്തിൻ്റെ നിറകിൽ നിന്നും വന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവർക്കൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരു കോരിത്തെരിപ്പ്. കോട്ടയംകാരുടെ സ്ഥലമാണെന്നും കോട്ടയംകാർ വെട്ടിപ്പിടിച്ചതും ഇതുപോലെയൊക്കെ ആക്കിയെടുത്തതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാടാണല്ലോ. ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയുണ്ടോ, നല്ല ഒരു കാലാവസ്ഥയും നല്ല കുറേ കാഴ്ചകളും ഒക്കെയാണ്. കാരണം മലയുടെ അങ്ങ് നിറകയിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ചുറ്റുപാടുമുള്ള മലകളും കാഴ്ചകളും ഒക്കെ കാണാൻ നല്ല രസം തന്നെയാണ്. ഈ മാമലക്കണ്ടത്ത് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ വ്യൂ പോയിന്റുകളുണ്ട്. അതെല്ലാം നല്ല മനോഹരമായ സ്ഥലം കേട്ടോ, നല്ല കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ ഇതുവരെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ആ ഗൈഡ് പറയുന്നതെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. നോക്കിയാൽ അവരുടെ നിപ്പ് കണ്ടു കഴിഞ്ഞാലേ നാളെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് പോലെയാണ് അല്ലേ. ഗൈഡ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഈ ഗൈഡ് നിൽക്കുന്ന അവിടെ ഒരു ചെറിയ ഗുഹ പോലെയുണ്ട്. അത് ഒരു പഴയ മുനിയറയാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആദിവാസികൾ ഈ വേനൽമഴ താമസിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് പൂജ ചെയ്യാറുണ്ടെന്ന്. അപ്പം എല്ലാ വർഷവും അവർ ഇവിടെ വന്ന് ഇങ്ങനെ പൂജ ചെയ്യും. അപ്പം ആദിവാസികളുടെ ഒരു ക്ഷേത്രമായിട്ടാണ് ഈ ഗുഹ ഇപ്പം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഫോറസ്റ്റിൽ കൂടെ നമ്മളെ ഇങ്ങോട്ടൊക്കെ കടത്തി വിടുന്നത്. അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങോട്ട് വിടത്തില്ലായിരുന്നെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അവിടെ നമുക്ക് നിൽക്കുന്നവർക്കെല്ലാം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്താണ്ട് ഇവിടുത്തെ പ്രകൃതിയുടെ ഈ കാഴ്ചകളൊക്കെ നോക്കിയാൽ വളരെ നല്ലൊരു കാഴ്ചയല്ലേ നോക്കി. ഇത് ശരിക്കും നമ്മുടെ കോട്ടയം ജില്ലയിൽ ഉള്ള ഈരാറ്റുപേട്ട ഉണ്ടല്ലോ, ഈരാറ്റുപേട്ടയുള്ള അയ്യമ്പാറ പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. എൻ്റെ പൊന്നെ, ഇവിടെ ആ ചുറ്റുമുള്ള മലകളിലെയൊക്കെ കാഴ്ചകൾ എത്ര സുന്ദരമായ കാഴ്ചകളാണെന്ന് നോക്കി. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല സുന്ദരമായ പ്രകൃതിയുടെ ഭംഗി തന്നെ. ഈ വനത്തിലൊക്കെ ആനയും പുലിയും എല്ലാം ഉള്ളതാണ് കേട്ടോ. ഈ സമയത്ത് പകലല്ല, ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും. നിങ്ങൾ ഇവിടെ മാമലക്കണ്ടം വരുവാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്ന് കാണണം കേട്ടോ. ഇവിടുത്തെ സൗന്ദര്യമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ജീപ്പേ വന്നത് വളരെ ശക്തമായിട്ട് ഒഴുകുന്ന കാട്ട് അരുവികളൊക്കെ ഉണ്ട്. അതിൽ കൂടിയൊക്കെയാണ് ജീപ്പ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ വളരെ ഉണ്ട കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന മലകൾ, അതിലെല്ലാം ചാടിയാണ് ജീപ്പ് ഇവിടം വരെ എത്തിയത്. നല്ലൊരു അനുഭവം അതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് താമസിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് ഇതുപോലെ കാഴ്ചകൾ കാണാൻ പറ്റും. മാമലക്കണ്ടത്ത് ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. രാത്രിയിലൊക്കെ ഈ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ബഹളമൊക്കെ കേട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമല്ലേ. നല്ല തണുപ്പും മഞ്ഞും കാട്ടുവഴികളിലൂടെയുള്ള ജീപ്പ് യാത്രയും അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഒരു ദിവസം നിന്ന് നോക്കണം. ഇനി ഒരു ദിവസം സമയമില്ലെങ്കിൽ നമ്മൾ രാവിലെ വന്നിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് പോകാനും പറ്റും കേട്ടോ. കുറേ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും.
എന്തായാലും മാമലക്കണ്ടം നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരു ഫോറസ്റ്റ് വില്ലേജാണ്. അതൊന്ന് വന്ന് കണ്ടു നോക്കണം സംഭവം. പിന്നെ നമ്മുടെ സാധാരണ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. നമ്മുടെ ഈ ട്രാവലർ ഉണ്ടല്ലോ, 17ഉം 20ഉം പേര് കയറുന്ന വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെയൊക്കെ കണ്ടിരുന്നു. അതിലൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ വന്ന പോലെ താഴേന്നൊരു ജീപ്പ് ആരെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം കയറി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലായിരിക്കുമല്ലേ, അങ്ങ് ഒരുപാട് ദൂരെയാണ്, അങ്ങ് താഴെ ചെറിയ അനക്കം മാത്രം. അതിങ്ങ് കയറി വരട്ടെ. ഇവിടെ ഇപ്പോൾ കുറേ ജീപ്പ് കിടപ്പുണ്ട്. എൻ്റെ പുറകോട്ട് നോക്കിയേ, എത്ര സൗന്ദര്യമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. എൻ്റെ കൂടെ വന്നവരൊക്കെ ആ പുറകിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും ആ ഒരു തിരക്കിലൊക്കെയാണ് അവിടെ. ഇത് നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള അയ്യമ്പാറ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഈ മാമലക്കണ്ടത്ത് ഒരുപാട് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാനമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ സ്കൂളാണ്. കാരണം ഈ കേരളത്തിൽ വേറെ സ്കൂളുണ്ടോ ഇതുപോലെ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്കൂള്, ആ മാനും മയിലുകളും ഒക്കെ ഓടി നടക്കുന്ന സ്കൂള്. അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമ്മളതൊക്കെ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് 7 ജീപ്പുകളിലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളും ഇതുമെല്ലാം കണ്ടു, കുറേ ഫോട്ടോയും എല്ലാം എടുത്തു. ഇനിയിപ്പം ഞങ്ങൾ അടുത്ത ഒരു കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും ജീപ്പിലേക്ക് തിരിച്ചങ്ങ് കയറുകയാണ്. എന്നിട്ട് താഴോട്ട് ഇറങ്ങി ഇനി മറ്റ് ഉള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.